നമുക്കിന്ന് നേഴ്സിംഗ് ഗവേഷണത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രത്യേകിച്ചും അതിൽ അഭിമുഖങ്ങളുടെ പങ്കെന്താണെന്ന് വളരെ ലളിതമായിട്ടൊന്ന് നോക്കിയാലോ? എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് ഈ യാത്ര അങ്ങ് തുടങ്ങാമല്ലേ? എന്തിനാണ് നേഴ്സിംഗ് ഗവേഷണത്തിൽ നമ്മൾ സംഭാഷണങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? ഈയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അത്ര പ്രയാസമില്ല. അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് വളരെ ശക്തമായ ഒരു ഡേറ്റാ ശേഖരണ രീതിയിലാണ്. അതാണ് ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം. ഒന്നാലോചിച്ചു നോക്കൂ, വെറും അക്കങ്ങൾക്കും ചാർട്ടുകൾക്കും പറയാൻ പറ്റാത്ത ഒരുപാട് കഥകളുണ്ട് അല്ലേ? രോഗികളുടെ യഥാർത്ഥ അനുഭവങ്ങൾ, അവരുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കണം. അതിനാണ് ഇന്റർവ്യൂസ് സഹായിക്കുന്നത്. പിന്നെ എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ, അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂസ് എന്തിനാണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ഗവേഷകന്റെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണ്? അതായത് ഏതൊക്കെ തരത്തിലുള്ള ഇന്റർവ്യൂസാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്? വാ നമുക്ക് നോക്കാം. ഈ ടേബിളിൽ കാണുന്ന പോലെ പ്രധാനമായും 3 തരം ഇന്റർവ്യൂസാണുള്ളത്. ഇത് മൂന്ന് തരം ടൂൾസാണെന്ന് വിചാരിച്ചോളൂ. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക ജോലിയുണ്ട്. ഏതൊക്കെയാണെന്നോ? സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, പിന്നെ അൺസ്ട്രക്ചേർഡ്. അപ്പോൾ എന്താണ് ഈ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ? ഇതൊരുമാതിരി സ്കൂളിലെ പരീക്ഷ പോലെയാണ് കേട്ടോ. ചോദ്യങ്ങളെല്ലാം മുൻകൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാവരോടും ഒരേ ചോദ്യങ്ങൾ ഒരേ ഓർഡറിൽ ചോദിക്കും. ഒരു മാറ്റവുമില്ല. എന്തിനാണെന്നല്ലേ? എങ്കിലല്ലേ നമുക്കെല്ലാവരുടെയും ഉത്തരങ്ങൾ തമ്മിൽ കൃത്യമായി താരതമ്യം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടുതന്നെ ഒരുപാട് സംഖ്യകളും കണക്കുകളും വരുന്ന ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ഇത് പെർഫെക്റ്റ് ആണ്. ഇനി അടുത്തത് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇതിന്റെ പേര് പോലെ തന്നെ പകുതി സ്ട്രക്ചറും പകുതി ഫ്രീഡവും. അതായത് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കയ്യിലുണ്ടാകും. പക്ഷേ സംസാരം മുന്നോട്ടു പോകുമ്പോൾ അവർ പറയുന്ന ഉത്തരങ്ങളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഘടനയുമുണ്ട്, സംഭാഷണത്തിന്റെ ഒരു ഒഴുക്കുമുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച്. അവസാനത്തേതാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരുമായി സംസാരിക്കുന്നത് പോലെയാണ്. ഒരു സ്ക്രിപ്റ്റുമില്ല, മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുമില്ല. ഒരു വിഷയത്തെക്കുറിച്ച് തുടങ്ങി സംഭാഷണം എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോകും. ഒരാളുടെ കാഴ്ചപ്പാട് ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല വഴി. ഈ 3 മാത്രമല്ല കേട്ടോ, വേറെയും ചില സ്പെഷ്യൽ ടൂൾസ് ഉണ്ട്. അതിലൊന്നാണ് ഇൻ ഡെപ്ത് ഇന്റർവ്യൂ. ചിലപ്പോൾ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാളോട് മാത്രമായി ഒരുപാട് നേരം സംസാരിക്കേണ്ടി വരും. അതിനാണ് ഇത്. പിന്നെ ഫോക്കസ് ഗ്രൂപ്പ്, ഒരു 6-10 പേരെ ഒരുമിച്ചിരുത്തി ഒരു വിഷയം ചർച്ച ചെയ്യുന്ന രീതി. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും അവർ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നത് കാണാനും ഇത് സഹായിക്കും. അപ്പോൾ നമുക്കിത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ആദ്യത്തെ ടൂൾ, അതായത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? എപ്പോഴാണ് ഒരു ഗവേഷകൻ എനിക്ക് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ മതി എന്ന് തീരുമാനിക്കുന്നത്? നമുക്ക് നോക്കാം. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങൾക്ക് 100 കണക്കിന് ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. എന്നിട്ട് അതെല്ലാം തമ്മിൽ താരതമ്യം ചെയ്യണം. അവിടെ ഓരോരുത്തരോടും തോന്നിയ പോലെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ശരിയാവുമോ? ഇല്ല. അവിടെയാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിന്റെ ആവശ്യം. എല്ലാവർക്കും ഒരേ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ ഡാറ്റയിൽ ഒരു സ്ഥിരത വരും. അഭിമുഖം ചെയ്യുന്ന ആളുടെ ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ അതിൽ കലരില്ല. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. അതായത് എവിടെയൊക്കെ കൃത്യതയും താരതമ്യവും വേണോ അവിടെയൊക്കെ നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കും. ശരി, അപ്പോൾ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എപ്പോൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇതെങ്ങനെ കൃത്യമായി നടത്താം. അതിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കതൊന്ന് നോക്കാം. ഒരു സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്നത് വെറുമൊരു സംസാരമല്ല, അതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. എന്തിനാണിങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന ഡേറ്റ വസ്തുനിഷ്ഠമായിരിക്കണം, വിശ്വസിക്കാൻ കൊള്ളുന്നതായിരിക്കണം, പിന്നെ താരതമ്യം ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഉറപ്പാക്കാനാണ് നമ്മളൊരു കൃത്യമായ പ്ലാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്ലൂ പ്രിന്റ്? ഇത് പ്രധാനമായും 5 സ്റ്റെപ്പുകളുള്ള ഒരു പ്രോസസ്സാണ്. പ്ലാനിങ്ങിൽ തുടങ്ങി ഇന്റർവ്യൂ നടത്തി അത് അവസാനിപ്പിക്കുന്നതുവരെ ഈ 5 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ സംഭവം അടിപൊളിയാകും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്റ്റെപ്പ് 1, പ്ലാനിങ്ങും തയ്യാറെടുപ്പും. ഇതാണ് എല്ലാത്തിൻ്റെയും ബേസ്. ആദ്യം തന്നെ നമ്മുടെ ഇന്റർവ്യൂ ഷെഡ്യൂൾ തയ്യാറാക്കണം. അതായത് ചോദ്യങ്ങൾ കൃത്യമായി എഴുതി വെക്കണം. പിന്നെ ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അറിഞ്ഞിരിക്കണം. കാണാപാഠം പഠിക്കണമെന്നല്ല, നന്നായി ഫെമിലിയർ ആയിരിക്കണം. അടുത്തത് ഇന്റർവ്യൂവിന് വരുന്ന ആളുടെ സൗകര്യം നോക്കി ഒരു സമയം ഫിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ പോകുമ്പോൾ പ്രൊഫഷണലായിട്ട് വസ്ത്രം ധരിക്കുക. ഇതെല്ലാം നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, നമ്മൾ തയ്യാറെടുത്തു, സ്ഥലത്തെത്തി. ഇനി സ്റ്റെപ്പ് 2,
ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ അവരെ നല്ലൊരു പുഞ്ചിരിയോടെ അഭിവാദം ചെയ്യുക. ഒരു നല്ല ബന്ധം അവിടെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ സ്വയം പരിചയപ്പെടുത്തുക, നമ്മൾ എന്തിനാണ് ഈ റിസർച്ച് ചെയ്യുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞുകൊടുക്കുക. ഏറ്റവും പ്രധാനം, ചോദ്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ പൂർണ്ണ സമ്മതം വാങ്ങിയിരിക്കണം. ഇത് നിയമപരമായും ധാർമ്മികമായും നിർബന്ധമാണ്. അടുത്തത് സ്റ്റെപ്പ് 3, അഭിമുഖം മുന്നോട്ട് കൊണ്ടുപോകൽ. ഇവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. നമ്മൾ പൂർണ്ണമായും ന്യൂട്രലായിരിക്കണം. അതായത്, ഒരു സാധാരണ സംസാരത്തിൽ നമ്മൾ അഭിപ്രായം പറയില്ലേ, അതുപോലെ ഇവിടെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ജോലി ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം കേൾക്കുക എന്നത് മാത്രമാണ്. ഒരു ഡേറ്റാ കളക്ടറുടെ റോൾ. ഇവിടെ നോക്കൂ, ഒരു സിമ്പിൾ എക്സാമ്പിൾ. പുതിയ ആശുപത്രി സന്ദർശന സമയം നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ അഭിപ്രായം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പകരം പുതിയ ആശുപത്രി സന്ദർശന സമയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കണം. ഇതാണ് ശരിയായ രീതി. ചോദ്യം അതുപോലെ ചോദിക്കുക. ഉത്തരം കേൾക്കുമ്പോൾ അയ്യോ എന്നോ കൊള്ളാമെന്നോ മുഖത്ത് കാണിക്കാൻ പാടില്ല. കംപ്ലീറ്റ് ന്യൂട്രാലിറ്റി. ഇനി സ്റ്റെപ്പ് 4, റെക്കോർഡിംഗ്. നമ്മൾ ചോദ്യം ചോദിച്ചു, അവർ ഉത്തരം പറഞ്ഞു. ഇനി അത് കൃത്യമായി രേഖപ്പെടുത്തണം, അല്ലേ? അതിന് നമുക്ക് പല വഴികളുണ്ട്. പേപ്പറിൽ എഴുതിയെടുക്കാം, അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റിലോ ലാപ്ടോപ്പിലോ ടൈപ്പ് ചെയ്യാം. ചിലർ ഷോർട്ട് ഹാൻഡ് ഉപയോഗിക്കും. ഏതാണെങ്കിലും അവർ പറയുന്ന ഓപ്ഷൻ കൃത്യമായി മാർക്ക് ചെയ്യണം. കാരണം ഈ ഡേറ്റയാണ് നമ്മുടെ റിസർച്ചിന്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അവസാനം ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്തിനാണ് നമ്മൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത്? ഒരു നേഴ്സിംഗ് പ്രൊഫഷണലിന് അല്ലെങ്കിൽ ഒരു ഗവേഷകന് ഈ കഴിവ് ഉണ്ടായിരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ ഉദ്ധരണിയിൽ പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരം. മറ്റു പല ടെക്നിക്കുകളെക്കാളും ആഴത്തിൽ ഒരു വിഷയത്തിന്റെ അർത്ഥം കണ്ടെത്താൻ ഇന്റർവ്യൂസ് നമ്മളെ സഹായിക്കും. ആരോഗ്യത്തിനും അസുഖത്തിനും ഒരു മാനുഷിക മുഖമുണ്ട്. ആ മുഖം കാണണമെങ്കിൽ, ആ കഥകൾ കേൾക്കണമെങ്കിൽ ഇന്റർവ്യൂസ് തന്നെ വേണം. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, എന്താണിതിൻ്റെ എല്ലാം ഗുണം? 1, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഡേറ്റ കിട്ടും. 2, ഈ വിവരങ്ങൾ വെച്ച് രൂഢിപരിചരണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു പേപ്പർ കൊടുത്ത് പൂരിപ്പിക്കാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തയ്യാറാവും. അങ്ങനെ കൂടുതൽ പേരിലേക്ക് നമ്മുടെ റിസർച്ച് എത്തും. ഇതെല്ലാം അവസാനം എങ്ങോട്ടായെത്തുന്നത്? നഴ്സിംഗ് പ്രാക്ടീസിനെ കൂടുതൽ ശക്തമാക്കുന്ന നല്ല തെളിവുകളിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം മാത്രം. നമ്മളിന്ന് ബിഗ് ഡേറ്റയുടെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. മെഷീനുകൾ ഡേറ്റ അനലൈസ് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ 2 മനുഷ്യർ തമ്മിലുള്ള ഈ ലളിതമായ സംഭാഷണത്തിന് ഗവേഷണത്തിൽ എന്തായിരിക്കും ഭാവി? ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.